നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. വരുന്ന ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെയാണ് അവതരിപ്പിച്ചു വരുന്നത്. ഇന്ന് നമുക്ക് ഇടവക്കൂറുകാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുകയാണ്. ശനി 10ാം ഭാവത്തിലാണ്. രാഹു 11ലാണ്. കേതു 5ലാണ് എന്നീ പ്രത്യേകതകളോടുകൂടി ഇടവക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നമുക്ക് പരിശോധിക്കാം. ധനപരമായിട്ട് ഇടവക്കൂറുകാർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. ശാരീരികവും മാനസികവും ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞ് അതിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള സാഹചര്യങ്ങൾ ഇടവക്കൂറുകാർക്ക് വരുന്ന ഒരു മാസമാണ് ഈ ജൂലൈ. വ്യാഴത്തിന്റെ ജന്മരാശിയിലെ സ്ഥിതി പലതരത്തിലും ശോഭ ഉണ്ടാക്കുന്ന സമയമാണ് എന്ന് പറയാം. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിലൊക്കെ സാമാന്യമായിട്ടുള്ള പുരോഗതി എന്തായാലും ഉണ്ടാകുന്നതാണ്. ധനലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർ തൽക്കാലം തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇടവക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്ന ഇടവക്കൂറുകാർക്കും അനുകൂല സമയമാണ്. വ്യാപാര വ്യവസായങ്ങളും ബിസിനസ്സും ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. ലാഭം വർദ്ധിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ കർഷകരായിട്ടുള്ള ഇടവക്കൂറുകാർക്ക് ആദായം വർദ്ധിക്കുന്നതാണ്. ചെറുകിട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, കൂടാതെ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർ എന്നീ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂല സമയമാണ് ജൂലൈ 2024. ഇടവക്കൂറുകാർ ദോഷപരിഹാരത്തിനും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനും ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക, മഹാഗണപതി സങ്കല്പത്തിൽ ഉണ്ണിയപ്പം, മോദകം എന്നീ വഴിപാടുകൾ നടത്താവുന്നതാണ്. കൂടാതെ ഗണപതി ഭഗവാന് കറുക സമർപ്പിക്കുന്നതും ശിവക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നതും ഒക്കെ ദോഷത്തെ ഇല്ലാതാക്കും, ഗുണഫലങ്ങൾ വർദ്ധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മിഥുനക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.